ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് കൂട്ട് റെഡിയാക്കി വെച്ചതാണ്. എല്ലാവരും മൈദപ്പൊടി എടുക്കും, മൈദപ്പൊടീൻ്റെ കൂടെ കടലപ്പൊടി എടുക്കും കേട്ടോ. നിങ്ങളൊക്കെ എടുത്തോന്നറിയില്ല, ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് പഴംപൊരി ആക്കിയാൽ. കുറച്ച് അരിപ്പൊടിയും കൂടി കൂടണം. ഇത് വക്കുവടയാക്കേണ്ടിയിട്ടാണ് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കടലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ രണ്ടടുപ്പത്തായിട്ട് ഓരോന്നോരോന്ന് ചുട്ടെടുക്കുകയാണ്. ഒരടുപ്പത്തുനിന്ന് പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പുറത്തെ അടുപ്പത്തുനിന്ന് വക്കുവട. അപ്പോൾ ഞാൻ നോമ്പെടുത്തിരുന്നു. അപ്പോൾ ഫ്രണ്ട്സുമാരൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും നോമ്പെടുത്തതാണ്. ഒന്നിച്ചിട്ട് നമുക്ക് അത് നോമ്പ് മുറിക്കാം എന്നുള്ള ഇതിലാണ്. പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്തെല്ലാം സെറ്റാക്കണം. അപ്പോൾ ഇത് അടിപൊളിയാണ്, ചൂടോടെ കഴിക്കണം വക്കുവട. പഴംപൊരി സൂപ്പറാണ്. അപ്പോൾ നമ്മൾ പഴംപൊരി കൂട്ട് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കടലപ്പൊടിയോ അരിപ്പൊടിയോ ഇട്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊങ്ങി വരും, നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ അപ്പക്കാരമില്ലേ അതും കൂടി ആക്കി കൂട്ട് കുറച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് ഒരു പഴം 3ആയിട്ടാണ് കട്ട് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ എണ്ണയിൽ ഓയിലാണ് എടുത്തത്, സൺഫ്ലവർ ഓയിലായിരുന്നു. അതിൽ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ചൂടായപ്പോൾ ഇങ്ങനെ അമ്മയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അടുപ്പത്തു നിന്ന് ഞാൻ വക്കുവട ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചൂടോടെ വക്കുവട സൂപ്പറാണ്. കുറച്ച് തണിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല, മറ്റുള്ളവരെ എനിക്കറിയില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ പഴംപൊരി നല്ല രുചിയുണ്ട്, വക്കുവട നല്ല രുചിയുണ്ട്. പക്ഷെ ചെറുതായിട്ട് തണിഞ്ഞു പോയി നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും. ബാങ്ക് വിളി കഴിഞ്ഞാലല്ലേ നമ്മൾ ഉപയോഗിക്കും. ഇത് ഒരു 5:30-6 മണിയാകുമ്പോഴാണ് ചുട്ടത്. പിന്നെ ഫ്രണ്ട്സുമാരൊക്കെ വന്ന് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ലൈം ജ്യൂസായിരുന്നു ആക്കിയത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, അവർ പായസവും എല്ലാം കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ നോമ്പ് മുറിച്ചു. ഞാൻ 2 നോമ്പാണ് എടുത്തത്, ഒന്ന് 21-ാമത്തെ ദിവസം, പിന്നെ 27-ാമത്തെ ദിവസം. പിന്നെ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ അടിപൊളിയായിട്ട് ചുട്ടെടുത്തു. എല്ലാവരും കടലപ്പൊടി ഒന്ന് ആക്കി നോക്കുക കേട്ടോ, കുറച്ച് മതിയേ, പിന്നെ അരിപ്പൊടിയും. ഓക്കേ.